തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 പേർക്ക് ദാരുണാന്ത്യം, 13 പേർ ചികിത്സയിൽ. കൂടുതൽ വിവരങ്ങളുമായി ലിബീഷ് ഈ സമയം ചേരുകയാണ്. ലിബീഷ്, കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. 13 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. അതുപോലെ 13 പേർ ചികിത്സയിലുണ്ട്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അതായത് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളൊക്കെ ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് ഏത് രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? റിയ, ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം രക്ഷാപ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രദേശത്ത് വെളിച്ചക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും പൊട്ടാത്ത സ്ഫോടക വസ്തുക്കളുണ്ട്. കരിമരുന്ന് പലയിടത്തും തീ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പലരുടെയും നില ഗുരുതരമാണ്. അതിൽ വെടിക്കെട്ട് കരാറെടുത്തിരിക്കുന്ന മുണ്ടത്തിക്കോട് സതീഷിന് 70% പൊള്ളലേറ്റിട്ടുണ്ട്. മറ്റ് 5 പേരുടെ നിലയും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 14 പേർ മരിച്ചു എന്നാണ് അനൗദ്യോഗികമായി മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ 13 പേർ മരിച്ചു എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നേരത്തെ വാർത്താസമ്മേളനം നടത്തി അറിയിച്ചത്. കളക്ടർ ശിഖാ സുരേന്ദ്രൻ അറിയിക്കുന്നത് 5 പേരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മറ്റ് 7 പേരുടെ ശരീരഭാഗങ്ങളാണ് ലഭിച്ചത്. എന്നാൽ അക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. മരിച്ചവരെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. DNA പരിശോധന അടക്കം നടത്തിയ ശേഷമേ മരിച്ചവരെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. പരിക്കേറ്റവർക്ക് വിദഗ്ധമായ ചികിത്സ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം തൃശൂർ മെഡിക്കൽ കോളേജിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെ അതിനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും തൃശൂർ പൂരത്തിനായി വളരെ ആകാംക്ഷപൂർവ്വം നാടും നഗരവും കാത്തിരിക്കുമ്പോഴാണ് തൃശ്ശൂരിൻ്റെ ഉള്ളുലച്ച് ഇത്തരമൊരു വാർത്ത എത്തിയത്. ഇന്ന് വൈകിട്ട് 3:30 മുണ്ടത്തിക്കോട് പ്രദേശത്ത് വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു സ്ഫോടനം നടന്നത്. പ്രദേശവാസികൾ ആദ്യം കരുതിയത് ഒരു ഭൂചലനം എന്നുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായത്. വളരെ ശക്തമായൊരു സ്ഫോടന ശബ്ദം കേൾക്കുന്നു. തുടർന്ന് ഭൂമി കുലുങ്ങുന്ന പോലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു. ആ ഒരു ആഘാതത്തിൽ നിന്നും ഞെട്ടലോടെ ഉണർന്ന അവർ പ്രദേശവാസികൾ തന്നെയാണ് ആദ്യം ഇവിടേക്ക് ഓടിയെത്തിയത്. അപ്പോൾ കണ്ടത് ഈ വെടിക്കെട്ടുപുര നിന്ന് കത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അവിടെ ഒരു 5ഓളം ഷെഡുകൾ ഉണ്ടാക്കിയാണ് ഈ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നത്. ഈ 5 ഷെഡുകളും നിന്ന് കത്തുന്ന ഒരു കാഴ്ചയാണ് പ്രദേശവാസികൾ കണ്ടത്. അവിടേക്ക് അടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ദൂരേക്ക് തെറിച്ചു വീണ ആ ആളുകളെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിച്ച ആംബുലൻസുകളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ രക്ഷാപ്രവർത്തകർക്കോ ഫയർഫോഴ്സ് സംഘത്തിനോ ആദ്യം അവിടേക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. തുടർ സ്ഫോടനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 2 മണിക്കൂറോളം ഇങ്ങനെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായി. എന്നാൽ അതിനിടയിൽ പോലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ റിസ്ക് എടുത്ത് തന്നെ ആ പ്രദേശത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് ഈ വെടിക്കെട്ട് സാമഗ്രികൾ നിർവീര്യമാക്കാനുള്ള പ്രവർത്തികൾ നടത്തി. തുടർന്ന് അവിടെ നിന്നും പരമാവധി ആളുകളെ പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്നാൽ 13 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട്. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് രക്ഷാപ്രവർത്തനത്തിനായി സംസ്ഥാന സർക്കാർ 50 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിച്ചിട്ടുമുണ്ട്. റിയ, ലിബീഷ്, ഈ പ്രദേശത്ത് മറ്റെന്തെങ്കിലും നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഏറ്റവും കൂടുതൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഇപ്പോൾ 200 മീറ്റർ ചുറ്റളവിൽ ആളുകളെ മാറ്റി പാർപ്പിച്ചു ഉൾപ്പെടെ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഏറ്റവും കാര്യമായി നൽകിയിട്ടുണ്ടോ? പ്രദേശത്ത് അവിടെ ഇപ്പോൾ തെരച്ചിൽ വെളിച്ചക്കുറവിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അവിടെ ധാരാളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകളുടെ ജനച്ചില്ലകൾ തകർന്നിട്ടുണ്ട്. ജനച്ചില്ലകൾ തകർന്ന ചിലർക്കൊക്കെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഇതൊരു ആളൊഴിഞ്ഞ പാടത്തിന് നടുവിലാണ് ഈ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന ഷെഡുകൾ ഉണ്ടാക്കിയിരുന്നത്. എങ്കിൽ പോലും ആ സ്ഫോടനത്തിൻ്റെ ആഘാതം അത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വരെ ഉണ്ടായി. പരിസര പ്രദേശത്ത് വീടുകളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ച് അപ്പുറത്ത് മാറിയുള്ള വീടുകളുടെ ജനൽച്ചില്ലുകൾ തകർന്നു. ചില വീടുകളിൽ പതിച്ചിരുന്ന മേൽക്കൂരകൾ പതിച്ചിരുന്ന ഓടുകൾ പൊട്ടിച്ചിതറി. ചില്ലുകൾ തറച്ച് ചിലർക്കൊക്കെ പരിക്കേൽക്കുകയും ചെയ്തു. അവിടെ ഇപ്പോൾ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. കാരണം വലിയ തോതിലുള്ള വെടിക്കെട്ട് സാമഗ്രികൾ അവിടെ സൂക്ഷിച്ചിരുന്നു. തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വെടിക്കെട്ടുണ്ട്, പുലർച്ചെ പ്രധാന വെടിക്കെട്ടുണ്ട്, അതിനുശേഷം പകൽപൂരത്തിന് വെടിക്കെട്ടുണ്ട്. അങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട വെടിക്കെട്ട് സാമഗ്രികൾ അവിടെ സൂക്ഷിച്ചിരുന്നു. അതൊന്നുപോലും തൃശ്ശൂരിലെ തിരുവമ്പാടിയുടെ മാഗസീനിലേക്ക് മാറ്റിയിരുന്നില്ല. അതിനാൽ വൻതോതിലുള്ള വെടിക്കെട്ട് സാമഗ്രികൾക്ക് തീപിടിച്ചതോടുകൂടി അക്ഷരാർത്ഥത്തിൽ തന്നെ ഭൂമി കുലുങ്ങുന്ന അനുഭവത്തോടു കൂടി തന്നെയാണ് അവിടെ പൊട്ടിത്തെറി ഉണ്ടായത്. പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം ലഭ്യമാവുന്നു. കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള ആ ഒരു ധനസഹായത്തെക്കുറിച്ചെല്ലാം ലിബീഷ് സംസാരിക്കുകയുണ്ടായി. എന്തായാലും പ്രദേശത്ത് നല്ല രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. 200 മീറ്റർ ചുറ്റളവിൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നിയന്ത്രണം നല്ല തോതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.